എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് കേട്ടോ. അതിലെ സെക്കൻഡ് ചാപ്റ്ററായ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടൊക്കെ കാണുക കേട്ടോ. അത് കാണാത്തവരും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, കാണാം. ഓക്കെ, മോർ ഓൺ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇനി ഇവിടെ പറയുന്നത് കേട്ടോ. എന്താണ് മോർ ഓൺ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? ഇവിടെ നോക്കിയേ, അതിന് മുന്നേ ടീച്ചർ വേറൊരു കാര്യം പറഞ്ഞുതരാം. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, നന്നായിട്ട് മനസ്സിലാക്കുക. എന്നിട്ടാണ് നമുക്ക് ഈ ഭാഗം ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾ പഠിച്ച സംഭവം തന്നെയാണ്, അത് നോക്കുക. ഇവിടെ നമുക്ക് 3.5 എന്നുള്ളത് അല്ലേ, 3½ ഓക്കെ. ഇതിനെ നമുക്ക് എന്താണ്, ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലേ. ഈ മിക്സഡ് ഫ്രാക്ഷൻ ആദ്യം എന്താക്കണം, നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കണം, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കണം. അതായത് സാധാ ഫ്രാക്ഷനിലേക്ക് ആദ്യം മാറ്റുക. അതിന് ചെയ്യേണ്ടത് എന്താണ്, ഈ സൈഡിലത്തതും ഈ താഴെയുള്ളതും ആദ്യം ഇൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ 3 സൈഡിലുള്ളത്, താഴെയുള്ളത് എന്താണ്, 2 അല്ലേ. അത് ആദ്യം ഇൻഡ് ചെയ്യുക. ഓക്കെ, പിന്നെ പ്ലസ് മുകളിൽ ഏത് നമ്പറാണോ അത് പ്ലസ് ചെയ്യുക. എന്നിട്ട് എന്താക്കുക, ബൈ എഴുതിയിട്ട് അടിയിലുള്ള ഈ നമ്പർ താഴെ എഴുതുക. ഓക്കെ, ഇനി ഇതിന് നമ്മൾ ചെയ്യേണ്ടത് 3 × 2 എത്രയാണ്, 3 × 2 6 അല്ലേ. അപ്പോൾ 6 പ്ലസ് പിന്നെ 1 അല്ലേ, ബൈ 2. ഓക്കെ, അപ്പോൾ 6 + 1 എന്ന് പറയുന്നത് എന്താണ്, 7 അല്ലേ. അപ്പോൾ 7/2. ഓക്കെ, അപ്പോൾ 7/2 ആണ് ഈ 3.5 ആക്കേണ്ടത്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. എന്താണ് അടുത്തത്, അവന് 5 3/4. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മളെങ്ങനെ ചെയ്യുക, അത് നിങ്ങൾ പഠിച്ചതാണ്, മിക്സഡ് ഫ്രാക്ഷനെ സാധാ ഫ്രാക്ഷനിലാക്കാനില്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ സൈഡിലത്തതും ഈ താഴെയുള്ളതും ഇൻറ്റു ചെയ്യുക ആദ്യം അല്ലേ. 5 × 4 അല്ലേ, താഴെ 4 അല്ലേ, അത് ആദ്യം ചെയ്യണം. അതിനാണ് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പ്ലസ് പിന്നെ മുകളിലുള്ള നമ്പർ ഏതാണ്, 3 അല്ലേ, 3. ഓക്കെ, അത് എഴുതുക. ബൈ താഴെയുള്ള നമ്പർ എന്താണ്, 4. ഓക്കെ, അപ്പോൾ 5 × 4 ആദ്യം ചെയ്യുക. എന്താണ്, 5 × 4 20. ഓക്കെ, പ്ലസ് പിന്നെന്താണ്, 3 അവിടെ എഴുതി കണ്ടില്ലേ, 3/4. ഓക്കെ, ഇതേ ഇനി 20 + 3 എന്താണ്, 23. 23 താഴെയുള്ള എന്താണ്, 4. ഓക്കെ, അപ്പോൾ 23/4. അപ്പോൾ 5 3/4 നമുക്ക് എങ്ങനെ എഴുതാം, 23/4. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നന്നായി മനസ്സിലാക്കുക. ഇതിൻ്റെ ബാക്കിയായിട്ടാണ് ഇനി വരുന്നത് എന്ത്, അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടോ. അപ്പോൾ അതാണ് ടീച്ചർ ആദ്യം പറഞ്ഞു തന്നത്. അപ്പോൾ ആദ്യം ഈ സൈഡിലത്തതും താഴെയുള്ളതും ഇൻഡ് ചെയ്യുക. ആ കിട്ടിയ ഉത്തരത്തിനോട്, കിട്ടിയ ആൻസറിനോട് മുകളിലത്തത് പ്ലസ് ചെയ്യുക. എന്നിട്ട് അത് അവിടെ എഴുതുക. ബൈ അടിയിലുള്ള നമ്പർ എന്താണോ അത് എഴുതുക. ഓക്കെ, ഇവിടെ നോക്കുക, 5 × 4 20. 20നോട് 3 കൂട്ടുക, 23 അല്ലേ. 20 + 3 23. ബൈ അടിയിലുള്ള നമ്പർ എന്താണ്, അതാണ് അടിയിൽ എഴുതേണ്ടത്. കണ്ടോ ഇവിടെ എഴുതിയ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പോവാം. ഇനി ഇവിടെ മോർ ഓൺ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. മൾട്ടിപ്ലിക്കേഷനും ഒന്നും കൂടുതലുള്ളത് എന്താണെന്ന് നോക്കാം നമുക്ക്. എ ബോട്ടിൽ ക്യാൻ കണ്ടെയ്ൻ 1½ ലിറ്റർ ഓഫ് വാട്ടർ. ഒരു ബോട്ടിൽ എന്താണ്, 1.5 അല്ലേ, 1½ എന്ന് പറഞ്ഞാൽ 1.5 ലിറ്റർ വെള്ളമുണ്ട് അല്ലേ. ഫോർ സച്ച് ബോട്ടിൽസ് ഓഫ് വാട്ടർ വാസ് poured into a vessel. അങ്ങനത്തെ 4 ബോട്ടിൽ എന്താക്കി, വേറൊരു വെസലിലേക്ക് ഒഴിച്ചു. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വാട്ടർ ഈസ് ദർ ഇൻ ദ വെസൽ. ആ വെസലിൽ എത്ര വെള്ളമുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം. അപ്പോൾ ബോട്ടിൽ എത്ര കൊള്ളുന്നത്, 1½ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, 1½ എന്ന് എഴുതുക അല്ലേ. എത്ര ബോട്ടിലാണ് ഉള്ളത്, 4 അല്ലേ, 4 ബോട്ടിൽ അല്ലേ. അപ്പോൾ 4 × എന്താണ്, 1½ ആണ്. ഓക്കെ, 4 × 1½ ഓക്കെ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ആദ്യം ഈക്വൽ ടു 4 × 1½ അല്ലേ. 1½ നമുക്ക് എന്താ പറഞ്ഞ പോലെ എങ്ങനെ ചെയ്യാം, ഈ 1½ മിക്സഡ് ഫ്രാക്ഷനെ സാധാ ഫ്രാക്ഷനിലേക്ക് ആദ്യം ആക്കണം അല്ലേ. അപ്പോൾ 1 × 2 എന്താ, 2. 2 + 1 3 അല്ലേ. അപ്പോൾ 3/2. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം നമുക്ക്, 4 × 3 എത്രയാണ്, 12 അല്ലേ. 12/2. ഓക്കെ, 12/2. 12/2 എന്താണ്, 6. കണ്ടോ. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു ബോട്ടിൽ 1.5 ലിറ്റർ വെള്ളമുണ്ട്. അതങ്ങനത്തെ 4 ബോട്ടിലത്തെ വെള്ളം ഒരു പാത്രത്തിലേക്ക് വെച്ചാൽ ആ പാത്രത്തിൽ എത്ര വെള്ളമുണ്ട്, 6 ലിറ്റർ വെള്ളം. ഓക്കെ, അതല്ലേ ഇവിടെ 6 കിട്ടിയിരിക്കുന്നത്. നോക്കിയേ, 6 അല്ലേ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. നോക്കിയേ, ദെൻ അടുത്ത് നോക്ക്. സപ്പോസ് വി poured
water in 3 bottles each contain 2.25 liter into the vessel. ആ വെസലിലേക്ക് ഒരു ബോട്ടിൽ 2.25 ലിറ്റർ 2.25 ലിറ്റർ വെള്ളം ഉള്ളത്. അങ്ങനത്തെ 3 ബോട്ടിലാണ് ഈ വെസലിൽ ഒഴിച്ചതെങ്കിൽ ആ ഇതിൽ എത്ര വെള്ളമുണ്ട്, ആ വെസലിൽ എത്ര വെള്ളം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 ബോട്ടിലല്ലേ, അപ്പോൾ 3 ഇൻറ്റു എന്താണ് 2.25 അല്ലേ, 2.25. അപ്പോൾ 2.25 നമുക്ക് എങ്ങനെ എഴുതാം? മിക്സഡ് ഫ്രാക്ഷന് സാധാ ഫ്രാക്ഷൻ ആക്കണം അല്ലേ. ആ 3 ആദ്യം എഴുതുക, 3 ഇൻറ്റു ഇനി 2.25 അല്ലേ, അപ്പോൾ 2 ഇൻറ്റു 4 എത്ര? 8 അല്ലേ. സൈഡത്തെ രണ്ടും ഗുണിക്കുക അല്ലേ, സൈഡത്തും അടിയത്തും കൂടി ഇൻറ്റു ചെയ്യുക, എന്നിട്ട് മുകളിലത്തെ പ്ലസ് ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു 4 എത്ര? 8. 8 പ്ലസ് 1 എന്താ? 9. ഓക്കെ, 9 ബൈ പിന്നെ അടിയിലെ നമ്പർ എന്താ? 4 അല്ലേ. അപ്പോൾ 9/4. ഇനി മുകളിലത്തെ നമ്മൾ ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ആണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇൻറ്റു വരുമ്പോൾ എന്താണ്? മുകളിലത്തെ തമ്പ് ഗുണിക്കുക. ഓക്കെ, ഇവിടെ എന്താ ഇൻറ്റും തൊന്നുമില്ല അല്ലേ, 2/4 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതുക. അപ്പോൾ ഇൻറ്റു ഉണ്ടെങ്കിൽ എന്താക്കുക? മുകളിലത്തെ തമ്മിലാണ് ഗുണിക്കേണ്ടത് കേട്ടോ. ദെൻ ഇതാണെങ്കിലും അങ്ങനെയാണെങ്കിൽ സൈഡത്തും അടിയത്തും തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് മുകളിലത്തെ പ്ലസ് ചെയ്യുക, എന്നിട്ട് അവിടെ എഴുതുക, ബൈ അടിയത്തും എഴുതുക കേട്ടോ. ദെൻ 3 ഇൻറ്റു 9 എത്രയാ? 27. ഓക്കെ, 27/4. ഓക്കെ, 27/4. ഈ 27/4 നമുക്ക് എങ്ങനെ എഴുതാം? 27 ഡിവൈഡഡ് ബൈ 4. ഇനി എന്താ 27 ഡിവൈഡഡ് ബൈ 4 എത്രയാ? 4 5 are 20, 4 6 are 24, 4 7 are 28 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ 4 6 അല്ലേ, 4 6 are 24. ഓക്കെ, ഇനി 7 - 4 എത്രയാ? 3 അല്ലേ. 2 - 2 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആദ്യം മുകളിലത്തെ കോഷ്യൻ്റ് എന്താണോ അത് എഴുതുക, പിന്നെ നടുക്കൊരു വര വരയ്ക്കുക, പിന്നെ നമ്മൾ റിമൈൻഡർ അത് ഇവിടെ എഴുതുക, അടിയിലുള്ള സംഖ്യ ഇവിടെ എഴുതുക, പിന്നെ ഈ സൈഡിലുള്ള സംഖ്യ ഇവിടെ എഴുതുക. ഇവിടെ /4 അല്ലേ, ഇവിടെയും /4 എന്നല്ലേ, അത് നോക്കുക കേട്ടോ, ചെക്ക് ചെയ്യുക. ദെൻ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 63/4 ലിറ്റർ അല്ലേ. അപ്പം 3 ബോട്ടിലത്തെ ഒരു ബോട്ടിൽ 2.25 വെള്ളമാണെങ്കിൽ 3 ബോട്ടിലാണെങ്കിൽ എത്രയാണ്? ആ 3 ബോട്ടിലാണ് ആ വെസലിലേക്ക് ഒഴിക്കുന്നതെങ്കിൽ ആ വെസലിൽ എത്ര വെള്ളമുണ്ട്? 63/4 അല്ലേ, അത്രയും വെള്ളമാണ് ഉള്ളത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് കണ്ടത്? 63/4. ദെൻ 5 times of 3.5 like this, in what all ways can you calculate 5 times 3.5? അങ്ങനെയാണെങ്കിൽ 5 times 3 1/2 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന്? എങ്ങനെ ചെയ്യാം? 5 times ആണല്ലേ, അപ്പോൾ ഇൻറ്റു ആണല്ലേ. അപ്പോൾ 5 ഇൻറ്റു എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 3 1/2. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു ഈ 3 1/2 നമുക്ക് എന്താക്കാം? സാധാ ഫ്രാക്ഷനിലേക്ക് ആക്കണം അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 2 എന്താ? 6. 6 + 1 സൈഡത്തെ അടിയത്തോ ഇൻറ്റു ചെയ്യുക. 3 ഇൻറ്റു 2 6 അല്ലേ. 6നോട് മുകളിലത്തത് പ്ലസ് ചെയ്യുക, അപ്പോൾ 7. ഓക്കെ, 7/2. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു 7 എന്താണ്? 35 അല്ലേ. 35/2. അപ്പോൾ 35/2 എന്താണ്? നമ്മൾ ചെയ്തു നോക്കാം. അപ്പോൾ 35 divided by 2. 3 എത്ര 2 ഉണ്ട്? 1 അല്ലേ. ദെൻ 3 - 2 1. ഈ 5 കൊണ്ട് ഇറക്കി എഴുതി അല്ലേ. ദെൻ അടുത്തത് 15 എത്ര 2 ഉണ്ട്? 7 4s are 14 അല്ലേ. അപ്പോൾ 14 എഴുതുക. അപ്പോൾ 5 - 4 എത്രയാണ്? 1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇവിടെ? ആ മുകളിലത്തത് ആദ്യം എഴുതുക അല്ലേ, 17 എഴുതുക, പിന്നെ നടുക്കൊരു വര വരയ്ക്കുക, പിന്നെ ഈ റിമൈൻഡർ ഇവിടെ മുകളിൽ എഴുതുക, സൈഡത്തെ ഈ നമ്പറോട് എഴുതുക. അപ്പോൾ 17 അല്ലേ, 17.5 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ആൻസർ എന്താണ്? 5 times of 3.5 എന്ന് പറയുന്നത് എത്രയാണ്? 17.5 അല്ലേ. 17.5 ആണ് വരുന്നത്. കണ്ടോ, ഇവിടെ ആൻസർ വന്നത് 17.5 അല്ല ഇവിടെ ആൻസർ വന്നിരിക്കുന്നത്. കേട്ടോ, 17.5. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 6 meters is thrice 2 meter. അങ്ങനെയല്ലേ. 6 meter എന്ന് പറയുന്നത് എന്താണ്? 2 മീറ്ററിൻ്റെ ത്രൈസ് ആണ്. അതായത് 2 × 2 എന്താണ്? 2 × 3 × 2 അല്ലേ. ത്രൈസ് ഓഫ് 2 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 3 × 2 അല്ലേ. 3 × 2 പറഞ്ഞാൽ 6 അല്ലേ. വാട്ട് അബൌട്ട് 7 മീറ്റർ? അങ്ങനെ 7 മീറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ത്രൈസ് 2 meters ആൻഡ് മീറ്റർ മോർ. എന്താണ് ത്രൈസ് 2 meter പിന്നെ 3 into 2 പിന്നെ ഒരു 1 കൂടിയാണ് അല്ലേ. ഇൻ അതർ വേർഡ്സ് ത്രൈസ് 2 meters ആൻഡ് ഹാഫ് ഓഫ് 2 meter എന്ന് പറയാം അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ് ഇതിനെ എങ്ങനെ ചെയ്യാം? 3.5 into 2 അല്ലേ. 3.5 into 2 പറയുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്താൽ 3 into 2 അല്ലേ. എന്താ 3 into 2 എന്താണ്? 3 into 2 6 plus 1 7. അപ്പോൾ 7/2 into 2 അല്ലേ. അപ്പോൾ 7/2 into 2 എങ്ങനെ എഴുതാ? 3 1/2 into 2 അല്ലേ. ഓക്കെ. അപ്പോൾ 3 into 2 എന്താ 6. 6നോട് ഒന്ന് കൂട്ടിയാൽ എന്താ 7. 7/2 into 2 അല്ലേ. അപ്പോൾ 7 into 2 എന്താ 14 അല്ലേ. 14/2. ഓക്കെ. 14/2 എന്ന് പറയുമ്പോൾ എന്താ 7. കണ്ടോ 7 കിട്ടി. ഓക്കെ. അപ്പോൾ 7 ആണ് നമുക്ക് ആൻസർ. ഇനി നമുക്ക് എന്താക്കാം, അത് ക്യാൻസലേഷൻ മെത്തേഡ് നടത്താം കേട്ടോ. ഇവിടെ മുകളിലാണ് ഈ 7 into 2 വരുന്നത് അല്ലേ. അപ്പോൾ മുകളിലും താഴത്ത് സെയിം നമ്പറാണ് നമുക്ക് എന്താക്കുക ക്യാൻസൽ ചെയ്യുക. ഓക്കെ. ഇത് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇവിടെ 1 കിട്ടും. 2 എത്ര 2 ഉണ്ട് 1. 2 എത്ര 2 ഉണ്ട് 1 അല്ലേ. അപ്പോൾ 7 into 1 7/1 അല്ലേ. 7/1 എന്ന് പറഞ്ഞാൽ 7 തന്നെ. അങ്ങനെയും ചെയ്യുക കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. 2 1/4 അല്ലേ. 2 quarter into 5 എത്രയാണെന്ന് ചെയ്യുക. അപ്പോൾ 2 quarter into 5 നമുക്ക് എങ്ങനെ ചെയ്യാം? 2 quarter അല്ലേ. 2 quarter into 5. 2 quarter നമുക്ക് എങ്ങനെ എഴുതാം? 2 into 4 8. 8 plus 1 9 അല്ലേ. 9/4 into 5. അപ്പോൾ 9 into 5 എന്താ 45 അല്ലേ. അവിടെ ക്യാൻസലേഷൻ നടത്താൻ കഴിയില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക ഇൻറ്റു ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ 9 5s 45/4. ഓക്കെ. 45/4. ഇനി ഇതിലെന്താക്കുക നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് എഴുതാം. 45 divided by 4. ഓക്കെ. അപ്പോൾ 1 4s 4. ഓക്കെ. ദെൻ 4 4 0. ഇനി 5 ഇങ്ങോട്ട് ഇറക്കി എഴുതി. ഇനി 1 4s 4. ദെൻ 5 minus 4 1 അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു മുകളിലത്തെ കോഷ്യൻ്റ് എന്താണോ അത് ആദ്യം എഴുതുക. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് ഒരു വര വരയ്ക്കുക. പിന്നെ റിമൈൻഡർ എന്താ അവിടെ 1. ആ 1 ഇവിടെ എഴുതുക. പിന്നെ ഈ സൈഡിലുള്ള സംഖ്യ നമ്പർ ഏതാണോ അതുകൂടി എഴുതുക. ഓക്കെ. അപ്പോൾ 11 1/4 അല്ലേ. 11 1/4. അതിലെവിടെ കിട്ടിയിരിക്കുന്നത് നോക്കിയേ. അതിലെവിടെ കിട്ടിയിരിക്കുന്നത് അതാണ് 2 quarter into 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11 1/4 കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത എന്താണെന്ന് നോക്കിയേ. ഹൗ ഡു വി കാൽക്കുലേറ്റ് 3 half times 2 1/4? അത് എത്രയും കാൽക്കുലേറ്റ് ചെയ്യാന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ എങ്ങനെ എഴുതാം? നമുക്ക് ഇപ്പോൾ ഇതുവരെ നമുക്ക് എന്താണ് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ഒന്ന് നമ്പർ ചെയ്ത് തന്നിരുന്നത്. ഇതിപ്പോൾ 2 മിക്സഡ് ഫ്രാക്ഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 2 മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 2 മിക്സഡ് ഫ്രാക്ഷൻ ആണല്ലേ. അപ്പോൾ 2 മിക്സഡ് ഫ്രാക്ഷനെയും സാധാ ഫ്രാക്ഷനിലേക്ക് ആദ്യം ആക്കണം. ഓക്കെ. എന്നിട്ട് എന്താക്കുക ഇൻറ്റു ചെയ്യുക. ഓക്കെ. അപ്പോൾ 3.5 അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 1/2 into 2 1/4 അല്ലേ വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 3 1/2 into 2 quarter അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് സാധാ ഫ്രാക്ഷൻ ആക്കണം അല്ലേ. മിക്സഡ് ഫ്രാക്ഷനെ സാധാ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ 3 into 2 6 6 plus 1 7 അല്ലേ. അപ്പം 7/2 ഇവിടെ ഈക്വലൊക്കെ കൊടുക്കുക കേട്ടോ. ഈക്വൽ ടു 7/2 ഇൻറ്റു പിന്നെ ഇതോ 2 into 4 8 8 plus 1 9 അല്ലേ. 9/4. ഓക്കെ. 9/4. ദെൻ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ക്യാൻസലേഷൻ മെത്തേഡ് ചെയ്യാൻ കഴിയില്ല അല്ലേ. മുകളിലത്തും അടിയത്തും പകുതിയാക്കാനൊന്നും പറ്റൂല. പിന്നെ 7 into 9 എത്രയാണ്? 7 into 9 63 അല്ലേ. 63 പിന്നെയോ ബൈ 2 into 4 എന്താ 8. അപ്പോൾ 63/8 ആണ് അല്ലേ. അപ്പോൾ 63/8 നമ്മൾ എന്താക്കുക ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 63 divided by 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 7 8s എത്രയാണ്? 56 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 56 എഴുതുക. 7 8s 56. ഇനി ഇത് കുറച്ച് എത്രയാണ്? 3 പോവില്ല. അപ്പോൾ ഇവിടെ നിങ്ങോട്ട് കടെടുക്കും അല്ലേ. അപ്പോൾ 13. അപ്പോൾ 13 - 6 എത്രയാണ്? 7 അല്ലേ. അപ്പോൾ 7 എഴുതി. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എങ്ങനെ എഴുതാം? 7 മുകളിലത്തെ ഈ കോഷ്യൻ്റ് ആദ്യം എഴുതുക. പിന്നെ നടുക്കൊരു വര വരയ്ക്കുക. പിന്നെ എന്താണ് ഈ താഴെയുള്ള റിമൈൻഡർ എഴുതുക. പിന്നെ ഈ സൈഡിലുള്ള ഈ നമ്പർ എഴുതുക അല്ലേ. ഡിവൈഡ് ചെയ്യുന്ന എന്തിനോടാണോ അത് എഴുതുക.
അപ്പോൾ ഇവിടെ 8 താഴെയുള്ള 8, അപ്പോൾ 7/8 അല്ലേ, അതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നൗ ട്രൈ ദീസ് പ്രോബ്ലംസ് യുവർ സെൽഫ് അല്ലേ, ഇത് നമുക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 1.5 meter ഓഫ് ക്ലോത്ത് നീഡഡ് ഫോർ എ ഷർട്ട്, ഹൗ മച്ച് ക്ലോത്ത് ഈസ് റിക്വയർഡ് ഫോർ 5 such ഷർട്ട്? എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു ഷർട്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ എത്രയാണ്? 1.5 meter തുണി വേണം അല്ലേ. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ 5 ഷർട്ട് അടിക്കാൻ എത്ര തുണി വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്കിത് എഴുതാൻ പറഞ്ഞേ? അപ്പോൾ സ്റ്റെപ്പാക്കി എങ്ങനെ എഴുതാണ്? ക്ലോത്ത് നീഡഡ് ഫോർ എ ഷർട്ട് അല്ലേ. അപ്പോൾ ക്ലോത്ത് ഈസ് നീഡഡ് ഫോർ എ ഷർട്ട് എത്രയാണ്? 1.5 meter അല്ലേ, ഒരു ഷർട്ടിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ക്ലോത്ത് നീഡഡ് ഫോർ 5 such ഷർട്ട് ഈക്വൽ ടു എങ്ങനെ എഴുതുക? 5 × 1.5 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 1.5 അല്ലേ. ദെൻ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 5 × 1.5 എങ്ങനെ എഴുതാം? നമുക്ക് സൈഡത്ത് അടിയത്ത് ഇൻറ്റു ചെയ്യുക. 1 × 2 2 പ്ലസ് മുകളിലത്തെ പ്ലസ് ചെയ്യുക അല്ലേ, 3 2 + 1 3 അല്ലേ. അപ്പോൾ 3 പിന്നെ താഴെയുള്ള നമ്പർ എഴുതുക. ഓക്കെ, ദെൻ അടുത്തത് 5 × 3 എത്രയാണ്? 15 അല്ലേ, 15/2. ഓക്കെ, ഇനി 15/2 നമുക്ക് എങ്ങനെ എഴുതാം? 15ൻ്റെ പകുതി പറഞ്ഞാൽ എത്ര നമുക്ക് അറിയാം അല്ലേ, എന്നാലും നമുക്ക് ഇത് ചെയ്യാം കേട്ടോ. വലിയ വലിയ നമ്പറൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താവും? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത് കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 15 ഹരിക്കണം 2 എത്രയാണ്? 15 ഹരിക്കണം 2 എത്ര ഏരിയാന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ 15 ഹരിക്കണം 2 എങ്ങനെ കിട്ടുന്നത് നോക്കാം നമുക്ക്. അപ്പം ഇവിടെ എന്താണ്? 1ൽ 2 പോകില്ല അല്ലേ. 15ൽ എത്ര 2 ഉണ്ട്? 7. ഓക്കെ, 7 2 14. ദെൻ 5ൽ 4 പോയാൽ എത്രയാണ്? 1. 1ൽ 1 പോയാൽ 0 അല്ലേ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതുക? മുകളിലത്തെ കോഷ്യൻ്റെ ആദ്യം എഴുതുക, പിന്നെ നടുക്കൊരു വര വരയ്ക്കുക, പിന്നെ ഈ റിമൈൻഡർ എഴുതുക, പിന്നെ ഈ സൈഡിലുള്ള ഈ നമ്പർ എഴുതുക കേട്ടോ. അപ്പോൾ 7 കിട്ടി. അപ്പോൾ ചെയ്യേണ്ട രീതി മനസ്സിലായല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ പ്രൈസ് ഓഫ് 1 kilogram ഓഫ് ഒക്ര ഈസ് 30 rupees. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിൽ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 2.5 kilogram എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പാക്കി എങ്ങനെ എഴുതുക? പ്രൈസ് ഓഫ് 1 kilogram ഓഫ് ഒക്ര ഈസ് ഈക്വൽ ടു 30 rupees എന്ന് എഴുതുക. പിന്നെ പ്രൈസ് ഓഫ് 2.5 kilogram ഓഫ് ഒക്ര ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതുക? 30 × 2.5 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ 30 × 2.5 എന്ന് പറയുമ്പോൾ 30 × 2.5 അല്ലേ, 2.5 കിലോനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 30 × 2.5. അപ്പോൾ 30 × 2.5 എങ്ങനെ? 2 × 2 4 4 + 1 5 അല്ലേ, 5/2. 5/2 എങ്ങനെ കിട്ടിയാൽ മനസ്സിലായില്ലേ? സൈഡത്തും അടിയത്തും ഇൻറ്റു ചെയ്തിട്ട് കിട്ടിയ ഉത്തരത്തിനോട് മുകളിലത്ത് പ്ലസ് ചെയ്യുക. അപ്പോൾ 2 × 2 4, 4നോട് 1 കൂട്ടിയാൽ 5. അപ്പോൾ 5 ഇവിടെ എഴുതി ബൈ അടി ഉത്തരം അല്ലേ 2. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്താക്കാം? അതിനെ 30 × 5 ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്യാൻസലേഷൻ മെത്തേഡ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഇവിടെ 30ൽ എത്ര 2 ഉണ്ട് നോക്കുക. 2ൽ 2 ഉണ്ടല്ലോ, 2ൽ എത്ര 2 ഉണ്ട്? 1 അല്ലേ. 30ൽ എത്ര 2 ഉണ്ട്? 15. ഓക്കെ, 15. ഇനി 15 × 5 ചെയ്യാം. 5 5 25, പിന്നെ 2 ബാലൻസ്, 1 5 5, 5നോട് 2 കൂട്ടിയാൽ 7 അല്ലേ, അപ്പോൾ 75. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം? 30 × 5 എത്രയാണ്? 150. 150/2 75. അങ്ങനെ ചെയ്യാം കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ, എന്താണ് അടുത്ത ക്വസ്റ്റ്യന്? അപ്പോൾ പ്രൈസ് ഓഫ് 2.5 kilogram എത്രയാണ്? 75 അല്ലേ. ദെൻ അടുത്തത്, എ പേഴ്സൺ വാക്സ് 2.5 kilometers in an hour. At the same speed, how far will he walk in 1.5 hours എന്ന് ചോദിച്ചിരിക്കുന്നത്. ഒരാൾ എന്താണ് 1 മണിക്കൂറിനോട് 2.5 kilometer നടക്കും. അതേ സ്പീഡിൽ തന്നെ അയാൾ 1.5 മണിക്കൂറിൽ എത്ര ദൂരം നടക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ പേഴ്സൺ വാക്സ് in an hour equal to 2.5 kilometer. പിന്നെ ഹൗ ഫാർ വിൽ ഹി വാക്ക് ഇൻ 1.5 hours അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1.5 × 2.5 ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കാം? 2.5 അല്ലെങ്കിൽ 1.5 ആണ് ഫസ്റ്റ് ചെയ്ത് അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 2.5 × 1.5 അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 × 2 4 4 + 1 5/2. ഓക്കെ, 5/2 ×
1 into 2 2 2 plus 1 3 3/2. ഓക്കെ 3/2. അപ്പോൾ 5 into 3 എത്രയാണ് 15/2 into 2 എത്രയാണ് 4 അല്ലേ. അപ്പോൾ 15/4 ചെയ്യുക. ഇനി എന്താ 15/4 നമുക്ക് എന്താക്കുക ഡിവൈഡ് ചെയ്യുക. അപ്പം മിക്സഡ് ഒരു ഇത് കിട്ടും അല്ലേ, മിക്സഡ് ഫ്രാക്ഷനായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ 15/4 സമയമൊന്നും പറയില്ലല്ലോ, ഇല്ല അല്ലേ. നമ്മൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെയൊക്കെ അല്ലേ പറയുക. അപ്പം അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം 3 4 12 അല്ലേ. 3 4s are 12. 5 - 2 എത്രയാണ് 3. ഓക്കെ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ഈക്വൽ ടു ആദ്യം കോഷ്യൻ്റ് എഴുതുക, പിന്നെ അടുക്കൊരു വര വരയ്ക്കുക, പിന്നെ റിമൈൻഡർ എഴുതുക, പിന്നെ ഈ സൈഡിലുള്ള ഈ നമ്പർ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 3 and 3/4 ഹവേഴ്സ് എടുക്കൂല്ലേ അയാൾ നടത്തിയിട്ട് അവിടെ എത്തണമെങ്കിൽ. ഓക്കെ മനസ്സിലായല്ലോ. അതേ സെയിം സ്പീഡിൽ തന്നെ 1.5 മണിക്കൂറിനോട് നടന്നാൽ എത്ര കിലോമീറ്റർ കിട്ടും? ഹവറല്ല, അത്രയും കിലോമീറ്ററാണ് അല്ലേ. അപ്പോൾ 3/4 കിലോമീറ്റർ അയാൾ നടക്കും. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം നമുക്ക്. Ronnie has 36 stamps with her. Sahira says she has 2.5 times this. How many stamps does Sahira have? റോണീൻ്റെ കയ്യിൽ 36 സ്റ്റാമ്പ് ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ സാഹിറ പറഞ്ഞ അതിൻ്റെ 2.5 ടൈംസ് ഉള്ളത് എൻ്റെ അടുത്തുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സാഹിറേൻ്റെ കയ്യിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? റോണി ഹാസ് എ സ്റ്റാമ്പ്സ് ഇസ് ഈക്വൽ ടു 36 എന്ന് എഴുതാം. പിന്നെ സാഹിറാസ് സ്റ്റാമ്പ് ഇസ് ഈക്വൽ ടു 36 into 2.5 എന്ന് എഴുതുക. ഓക്കെ അപ്പോൾ 36 into 2.5 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 36 into 2.5 അല്ലേ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 36 into 2 into 2 4 4 plus 1 5/2. ഓക്കെ 5/2 എന്ന് എഴുതി. ഇനി നമുക്ക് എന്താക്കാം? ഒന്നുകിൽ 36 into 5 നിങ്ങൾ ചെയ്യുക, എന്നിട്ട് 2നോട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ക്യാൻസലേഷൻ മെത്തേഡ് നടത്തുക. 36 2 ഉണ്ട്, 2 2 ഉണ്ട് അല്ലേ. 2 എത്ര 2 ഉണ്ട്? 1. 36 എത്ര 2 ഉണ്ട്? 36 ഹരിക്കണം 2 എത്രയാ? അത് ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ ഇവിടെ 18 ആണ് അല്ലേ. അതായത് അതിൻ്റെ പകുതിയാണ് 36ൻ്റെ പകുതി 18 അല്ലേ. ഇനി 18 into 5 ചെയ്യുക. 18 into 5 ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? 5 8 40, 4 ബാലൻസ് 5, 5 4 9 അല്ലേ. അപ്പോൾ അവളെ കയ്യിലുള്ള എത്രയാണ്? 90 സ്റ്റാമ്പാണ് എന്ത് ഈ സാഹിറേൻ്റെ കയ്യിലുള്ളത്. ഓക്കെ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ജോർജി വർക്ക്സ് 4.5 hours ഈച്ച് ഡേ. ജോർജി വർക്ക് ചെയ്യുന്ന എത്രയാണ്? ഒരു ദിവസം 4.5 hour ആണ് വർക്ക് ചെയ്യുന്നത്. ഹൗ മെനി ഹവേഴ്സ് ഡസ് ഹി വർക്ക് ഇൻ 6 days? അങ്ങനെയാണെങ്കിൽ അവൻ എത്ര ദിവസം 6 ദിവസം കൊണ്ട് അവൻ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ ചെയ്യാം? സ്റ്റെപ്പായിട്ട് ജോർജി വർക്ക്സ് നമ്പർ ഓഫ് വർക്ക്സ് അല്ല നമ്പർ ഓഫ് ഹവേഴ്സ് ജോജി വർക്ക്സ് ഇസ് ഈക്വൽ ടു പറഞ്ഞിട്ട് 4.5 കൊടുക്കുക. പിന്നെ നമ്പർ ഓഫ് ഹവേഴ്സ് ഹി വർക്ക് ഇൻ 6 days ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എഴുതുക? 6 into 4.5 എന്ന് കൊടുക്കുക. അപ്പോൾ 6 into 4.5 ചെയ്യാം. ഓക്കെ ഇനി എന്താ? ഈക്വൽ ടു 6 into 4.5 നമ്മളൊക്കെ എഴുതുക. 4 into 2 8 8 plus 1 9 അല്ലേ. 9/2. ഇനി ഇതിൽ നമുക്ക് എന്താക്കുക? അതിനെ 6 അല്ല ഇവിടെ 6ലും 2 ഉണ്ട്, 2ലും 2 ഉണ്ട് അല്ലേ. 2ൽ 1 6ൽ 3 അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുക? 6 into 9 ചെയ്യുക, എന്നിട്ട് കിട്ടിയ ഉത്തരത്തിനോട് 2 ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ക്യാൻസലേഷൻ മെത്തേഡും ചെയ്യുക കേട്ടോ. അപ്പോൾ 3 into 9 എത്രയാണ്? 27. ഓക്കെ അപ്പോൾ 27 ഹവേഴ്സാണ് എന്ത് ജോജി 6 ദിവസം കൊണ്ട് തീർക്കുന്നത്. 27 കേട്ടോ. 3 9s are 27 അല്ലേ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. ഇതൊക്കെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ? 4 times 5 1/3 എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യുക? ടൈംസ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ചെയ്യുക, ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ചെയ്യുക കേട്ടോ. ഓക്കെ അപ്പം നമുക്ക് 4 times 5 1/3 എന്ന് പറയുമ്പോൾ 4 into 5 1/3. ഓക്കെ അപ്പോൾ 4 into 5 1/3 ആകുമ്പോൾ 5 3s are 15. 15നോട് 1 കൂട്ടിയാൽ 16/3 അല്ലേ. 16/3. ഓക്കെ അപ്പോൾ ഇത് ക്യാൻസലേഷൻ മെത്തേഡ് നടത്താൻ പറ്റില്ല അല്ലേ. അപ്പോൾ മുകളിൽ നേരിട്ടിട്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 4 6 എത്രയാണ്? 4 into 16 എത്രയാണ്? 6 6 24 2 ബാലൻസ് 4 5 6 അല്ലേ. 64
64 അല്ലേ നോക്കൂ, 64/3. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാം. 64 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? ടീച്ചർ ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് മനസ്സിലായോ? ആദ്യം 16 അല്ലേ, അപ്പോൾ 4 × 6 ചെയ്യുക. ഇപ്പോൾ എത്രയാ? 24. 2 ബാലൻസ് അവിടെ വെക്കുക. ഓക്കെ, പിന്നെ 4 × 1 എത്രയാ? 4. 4നോട് 2 കൂട്ടുക, 6. അപ്പോൾ 6 ഇങ്ങോട്ട് ചെയ്തു, അപ്പോൾ 64 കിട്ടി കേട്ടോ. ഓക്കെ, അതാണ് 64/3 ചെയ്തത്. ദെൻ അടുത്ത് 64 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ എത്രയാണ്? 6ൽ എത്ര 2 ഉണ്ട്? അല്ല, 6ൽ എത്ര 3 ഉണ്ട്? 2 അല്ലേ? 2 3s are 6. ഓക്കെ, ദെൻ 6 - 6 0. ഈ 4 ഇറക്കി എഴുതി. പിന്നെ 4ൽ എത്ര 3 ഉണ്ട്? 1 അല്ലേ? 1 3 is 3. ദെൻ 4 - 3 എത്രയാ? 1 അല്ലേ? ഓക്കെ, ദെൻ അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം? ഈക്വൽ ടു ആദ്യം കോഷ്യൻ്റ് എഴുതുക അല്ലേ? കോഷ്യൻ്റ് എന്താ? 21 മോൾത്തത് അല്ലേ? പിന്നെ നടുക്കൊരു വര വരയ്ക്കുക. പിന്നെ റിമൈൻഡർ എന്താ? 1. പിന്നെ ഈ സൈഡിലുള്ള നമ്പർ അത് 3. ഓക്കെ, അപ്പോൾ 21 1/3 ആണെന്ത്? 4 times of 5 1/3 എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 4 1/3 times 5. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? 4 1/3 into 5 അല്ലേ? ഓക്കെ, ഇതിൽ നമ്മൾ സൈഡത്തെ ഇൻറ്റു ചെയ്യുക. 4 × 3 12 പ്ലസ് മോളത്തത് 1 അല്ലേ? അപ്പോൾ എത്ര? 12 + 1 13 അല്ലേ? 4 3s are 12 അല്ലേ? 12 + 1 13/3 ഇൻറ്റു 5. ഓക്കെ, ഈക്വൽ ടു ഇതിനെങ്ങനെ എഴുതാം? 30 × 5 അല്ലേ? ക്യാൻസലേഷൻ ചെയ്യാൻ കഴിയില്ലല്ലോ അല്ലേ? അപ്പോൾ 30 × 5 അങ്ങനെ ചെയ്യുക. അപ്പോൾ 30 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 65. ഓക്കെ, 65/3. ഓക്കെ, 65/3 ആണ്. അപ്പോൾ 65/3 നമുക്ക് എന്താക്കാം? ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 3s are 6. ഓക്കെ, 6 - 6 0 5. അപ്പോൾ 1 3 is 3. 5 - 3 2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 21 ഇവിടെ എഴുതുക. പിന്നെ റിമൈൻഡർ ഇവിടെ എഴുതുക. പിന്നെ ഈ നമ്പർ. അപ്പോൾ 21 2/3 ആണ് എന്ത് വരുന്നത്? 4 1/3 times 5 എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, ദെൻ 6 63. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1 1/2 അല്ലേ? 1.5 times 2/3 എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഇൻറ്റു ചെയ്യുക അല്ലേ? 1 1/2 ഇൻറ്റു 2/3 അല്ലേ? അപ്പോൾ 2/3 എഴുതുക. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എന്താക്കാം? സാധാരണ ഫ്രാക്ഷനിലേക്ക് ആക്കണം അല്ലേ? 1 × 2 2 2 + 1 3 അല്ലേ? 3/2 ഇൻറ്റു 2/3 അല്ലേ? ഇനി മുകളിലും ഉള്ളതൊക്കെ ക്യാൻസൽ ആക്കാൻ പറ്റുമല്ലോ. 3ൽ എത്ര 3 ഉണ്ട്? 1. ഇവിടെ ഉണ്ട് 3 അല്ലേ? അപ്പോൾ ഈ 3 ക്യാൻസൽ ആക്കുക, ഈ 3യും ക്യാൻസൽ ആക്കുക. ഓക്കെ, ഈ 2ഉം ക്യാൻസൽ ആക്കുക, 1 ഈ 2ഉം ക്യാൻസൽ ആക്കുക അല്ലേ? 2ൽ പ്രാവശ്യം. അപ്പോൾ 1 × 1 1 അല്ലേ? അപ്പോൾ 1 × 1 1/1 × 1 1 അല്ലേ? 1/1 എന്ന് പറഞ്ഞാൽ എന്താ? 1 തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ? ആൻസർ കിട്ടി അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2/5 times 2 1/2 ആ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 2/5 അല്ലേ? 2/5 ഇൻറ്റു 2 1/2. ഓക്കെ, 2 1/2. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 2/5 അല്ലേ? 2/5 ഇൻറ്റു ഇതിനെങ്ങനെ എഴുതാം? 2 × 2 4 4 + 1 5 അല്ലേ? അപ്പോൾ 5/2. ഇതും നമുക്ക് ക്യാൻസലേഷൻ മെത്തേഡ് നടത്താൻ. അവിടെ 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട് അല്ലേ? 5ൽ എത്ര 5 ആ? 1. 5ൽ എത്ര 5 ആ? 1. ഇനി ഇവിടെ 2 ഉണ്ട് അല്ലേ? 2ൽ എത്ര 2 ആ? 1. ഇവിടെയും 2ൽ 2 എത്ര? 1 അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കാം? 1 × 1 1 അല്ലേ? 1/1 × 1 1. ഓക്കെ, അപ്പോൾ നമുക്ക് 1/1 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 അല്ലേ? അപ്പോൾ 1 എന്ന് കിട്ടിയ ആൻസർ നമുക്ക്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2.5 times 5 1/2 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 1/2 ഇൻറ്റു 5 1/2. ഓക്കെ, 5 1/2. 2 1/2 പറയുമ്പോൾ എത്രയാണ്? 2 × 2 4 4 + 1 5 അല്ലേ? 5/2 ഇൻറ്റു
ഇതിനോ എങ്ങനെ എഴുതാം? 5 into 2 10, 10 plus 1 11 അല്ലേ? 11/2 അല്ലേ? ഇതിന് ക്യാൻസലേഷൻ മെത്തേഡ് നടത്തുക. മുകളിലേക്ക് ഇല്ല അല്ലേ? ഇത് നേരെയുള്ള ക്യാൻസൽ ചെയ്യരുത് കേട്ടോ. മുകളിലും താഴെ ഉണ്ടെങ്കിൽ മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അപ്പോൾ 5 into 11 എത്രയാ? 55. 55/4. ഓക്കെ, 55/4. അപ്പോൾ 55/4 നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എഴുതാം. സൈഡ് ചെയ്ത് നോക്കുക. 55 divided by 4 ചെയ്യുക. അപ്പോൾ 1 4s are 4. 5 4 കുറച്ച് എത്രയാ? 1. ഇവിടെ ഈ 5 ഇറക്കി എഴുതി. പിന്നെന്താണ്? 15 എത്ര 4 ഉണ്ട്? 3 അല്ലേ? അപ്പോൾ 3 4s are 12. അപ്പോൾ 5 minus 2 എത്രയാ? 3 അല്ലേ? 1 minus 1 0. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് ഈക്വൽ ടു ആദ്യം ഈ കോഷ്യൻ്റ് എഴുതുക, പിന്നെ നടുക്കൊരു വര വരയ്ക്കുക, പിന്നെ 3, പിന്നെ ഈ സൈഡത്തെ അല്ലേ? 13 3/4 ആണെന്ത്? 13 3/4 ആണ് നമ്മളെ ആൻസർ വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ 1/2 times 5 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 3/4 കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ നന്നായി പഠിച്ചാലേ നമുക്ക് വലിയ വലിയ ക്ലാസ്സിലൊക്കെ എത്താനുള്ളതാണ്. അതുകൊണ്ട് മനസ്സിലാക്കി എന്നെ പഠിക്കുക. വെറുതെ നിങ്ങൾ ഹോംവർക്ക് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതാക്കരുത്. എന്താ നോക്കി കോപ്പി അടിക്കാനൊന്നും പാടില്ല. മനസ്സിലാക്കി ചെയ്ത് പോവുക കേട്ടോ. ഓക്കെ, അപ്പം ഫ്രാക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞ ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.